ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ രാവിലെ ഒരു ഗ്യാപ്പ് അപ്പായിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കും എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം, പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കേണ്ടായത്. അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക്, ഈ സെക്ടറുകളൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവിലേക്ക് വരികയുണ്ടായി. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വലിയ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിന് ഒരു തീർച്ച വരും, ഈ യുദ്ധത്തിനൊരു തീർച്ച വരും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം വീണ്ടും അവിടെ മിസൈലുകൾ, ഇറാൻ്റെ ഭാഗത്തു നിന്ന് മിസൈലുകൾ വിടുകയുണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് നെഗറ്റീവിലേക്ക് എടുത്തേണ്ട 3 കാര്യങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് നെഗറ്റീവിലേക്ക് പോയിട്ടുള്ളത്. അതിൽ 3 നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി 72 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 25,317 എന്ന് പറഞ്ഞ ഹൈയിലേക്കൊക്കെ പോയതാണ്. ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും FIAയുടെ സെല്ലിംഗ് നമുക്കൊന്ന് കാണാൻ സാധിക്കും. 5,266 കോടിയുടെ സെല്ലിംഗ് ആണ് FIAയുടെ ഭാഗത്ത് നിന്നുള്ളത്. അതുപോലെ തന്നെ ആ സെല്ല് ചെയ്ത് അത്രയും തന്നെ DA ബൈ ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 5,209 കോടിയുടെ ബൈയിങ് നമുക്ക് നടത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് മാർക്കറ്റിൽ ഗ്ലോബൽ ടെൻഷൻ ഇല്ലെങ്കിൽ പോലും മാർക്കറ്റ് ഒരു നെഗറ്റീവിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ബുക്കിങ്ങിനൊപ്പം തന്നെ മന്ത്ലി എക്സ്പെരിയാണ്. സ്റ്റോക്കുകളായാലും ഓപ്ഷൻ ആയാലും F&O സെക്ടറിലുള്ള മന്ത്ലി എക്സ്പെരി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഏകദേശം ഇന്ന് ഒരു അൺപ്രഡിക്റ്റബിളായിട്ട് മാർക്കറ്റ് പോകും. മുകളിലേക്കും താഴത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും നാളും ഒരു ജിയോ പൊളിറ്റിക്കൽ വാർ അല്ലെങ്കിൽ അതിൻ്റെ ടെൻഷനിലാണ് മാർക്കറ്റ് നിന്നയിച്ചെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനെ ഇന്ന് മറികടന്നെങ്കിലും ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഹയർ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ 25,200 ആയിരുന്നു. അതിന് ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 25,135 ആ ലെവലിൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അതിന് ചെയ്തു. വീണ്ടും അതിന് താഴത്തേക്കായിട്ട് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.